എന്തെല്ലാം അനുഭവങ്ങളാണല്ലേ ഭക്തർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ജിജി അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് കേട്ടാലോ? എൻ്റെ പേര് ജിജി എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടാണ് താമസം. ഒരു വർഷമായിട്ട് ഇപ്പോൾ നാട്ടിൽ സ്ഥിരമായിട്ട്. കഴിഞ്ഞ 22 വർഷങ്ങളായി ഞങ്ങൾ മുംബൈയിലായിരുന്നു താമസം. അപ്പോഴൊക്കെ 2-3 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂർ വന്ന് കണ്ണനെ തൊഴാൻ സാധിക്കാറ്. 2024 സെപ്റ്റംബർ 7 ഞാനും എൻ്റെ ഭർത്താവും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. രാവിലെ പോയി ഉച്ചയ്ക്ക് മുന്നേ വീടെത്താനുള്ള രീതിയിൽ. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ബസ്സിലാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. ഞാനൊരു പൂച്ചക്കുട്ടിയെ വളർത്തുന്നത് കാരണമാണ് കേട്ടോ വേഗം തൊഴുതു വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത്. 9 മണിക്ക് ഞങ്ങൾ അമ്പലത്തിലെത്തി. ദർശനത്തിനുള്ള തിരക്ക് കണ്ടപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതിറങ്ങാം. ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറേ നടയിലെത്തിയപ്പോൾ ഒരു 65-70 വയസ്സിനടുത്ത് പ്രായമുള്ള ദമ്പതികൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തെത്തി ആളോട് പറഞ്ഞു, ഇത് ദർശന ലൈനിലുള്ള ടിക്കറ്റാണ്. അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഉള്ളിൽ കിടക്കാം. ഇത് നിങ്ങളെടുത്തോളൂ, ഞങ്ങൾക്ക് കിട്ടിയതാണ്, ഞങ്ങൾക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് പോവുകയാണെന്ന്. എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവരോട് ഞാൻ നന്ദി പറഞ്ഞു. എനിക്ക് ശരിക്കും നന്ദി പറയാനായിട്ട് പറ്റിയതുമില്ല. അത്രയ്ക്ക് എൻ്റെ കണ്ണു നിറഞ്ഞു പോയി. എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയ അത്ഭുത അവസ്ഥയിലായിരുന്നു അത്. കാരണം അദ്ദേഹം ഞാനും പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവരെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അത് ഭഗവാൻ നാരായണനും ദേവി ലക്ഷ്മിയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായൂരിൽ ഞാൻ പറയാറില്ലേ, ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത അനുഭവങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ വരും. തീരെ പരിചയമല്ലാത്ത ആളുകൾ നമുക്ക് പല സഹായങ്ങളും തരും. നമ്മളറിയാതെ പാൽപ്പായസം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പാൽപ്പായസമായിട്ട് ആരെങ്കിലും വരും. അങ്ങനെ ഒരുപാട് വയ്യാതായ ഒരമ്മ ഇരിക്കുമ്പോൾ കണ്ണൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അങ്ങനെ അനുഭവങ്ങളുടെ ഒരു നഗരിയാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് അല്ലേ. എന്തുകൊണ്ട് ഗുരുവായൂരിലെത്തുമ്പോൾ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടോ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ്. ആ ശക്തി അവിടെ ഇല്ലാതിരിക്കുമോ? അതാണ് ഗുരുവായൂരപ്പൻ. എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥനയോടെ ജീവിക്കട്ടോ, മുന്നോട്ട് നീങ്ങുക. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ത്രിമധുരം 7 പേർക്ക് കൃഷ്ണവിഗ്രഹവും സമ്മാനം നൽകും. ജോയിൻ ബട്ടണിലൂടെ വരാം. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ.